മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മിനിസ്റ്റർ, രാധയുടെ ദാരുണമായ മരണത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പോൾ വയനാട്ടിൽ രൂക്ഷമായിരിക്കുന്ന കേരളത്തിൻ്റെ മലയോര മേഖലയെ ആകെ തന്നെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിച്ചിരിക്കുന്ന വന്യജീവി മനുഷ്യ സംഘർഷത്തെക്കുറിച്ച് സർക്കാരിൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. മിനിസ്റ്റർ. വന്യജീവി അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ കൊല്ലപ്പെടുകയുമാണ്. കൃഷിനാശം വ്യാപകമായി ഉണ്ടാകുന്നു. ഭയാശങ്കകളോടുകൂടിയാണ് ജനങ്ങൾ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും ഉള്ള ജനങ്ങൾ താമസിക്കുന്നത്. ഇത് ഭരണകൂടത്തിൻ്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ളൊരു വിഷയമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് വസ്തുതയാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യവുമാണ് മിനിസ്റ്റർ. പക്ഷേ മലയോര ജനതയ്ക്കാകെ ഈ കാര്യത്തിൽ ഉള്ള ഒരു ആശങ്ക നീക്കാൻ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഇന്ന് വരെ സ്വീകരിച്ചത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി സ്വീകരിക്കാൻ പോകുന്ന അടിയന്തര നടപടികളിൽ ചിലതെങ്കിലും വളരെ പെട്ടെന്നൊന്ന് പറയാമോ മിനിസ്റ്റർ? 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതുണ്ട്. ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, ആലോചിച്ചതുമാണ്. ഒന്ന്, ശാശ്വതമായി എങ്ങനെയാണ് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ കഴിയുക. 2, അടിയന്തരമായും എന്ത് നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ വന്നപ്പോൾ പല നിർദ്ദേശങ്ങളും പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നെങ്കിലും സംസ്ഥാനത്തിൻ്റെ മുമ്പിൽ നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമം, വനസംരക്ഷണ നിയമം, വനാവകാശ നിയമം, അങ്ങനെ 8ഓളം നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളുടെ നൂലാമാലയിൽപ്പെട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ നാം ഉണ്ടാക്കുന്ന പരിപാടികൾ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള പരിപാടികളാണ് നമുക്ക് നടപ്പിലാക്കേണ്ടി വരിക. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അത് വളരെ ഗൗരവത്തിൽ തന്നെ എടുത്ത് പരിഹാരം കാണാൻ ശ്രമിച്ചു പോരുകയായിരുന്നു. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു 620 കോടി രൂപയുടെ ഒരു ബൃഹൽ പദ്ധതി തയ്യാറാക്കി. അത് ഒരു കൊല്ലം കൊണ്ട് നടപ്പിലാക്കാനല്ല, 10 വർഷം കൊണ്ട് പടിപടിയായി നടപ്പിലാക്കാനുള്ളൊരു പദ്ധതിയായിരുന്നു. അത് 2021 അവസാനം കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചു. ദൗർഭാഗ്യവശാൽ നാളിതുവരെ ആ പ്രോജക്റ്റിന് അനുകൂലമായൊരു തീരുമാനമെടുത്തില്ല എന്ന് മാത്രമല്ല, അംഗീകരിക്കാൻ നിർവാഹമില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. കാരണം ഞങ്ങളങ്ങനെ പോകാൻ കേരളത്തിന് മാത്രമായി അത്രയും വലിയൊരു സംഖ്യ ചിലവഴിക്കാനാവുന്ന സാമ്പത്തിക സ്ഥിതിയിലല്ല നമ്മളുള്ളത്. മറ്റൊന്ന് നിയമതടസ്സവും. രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? സംസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ, സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ചില നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണം.